ഒട്ടേറെ തവണ വർക്കല ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ചരിത്രവും ഐതിഹ്യവും തേടിപ്പോകുന്നത് ആദ്യമായിട്ടായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന അരയാലിനെ കുറിച്ച് പുരാണ ഗ്രന്ഥങ്ങളിൽ പോലും പ്രതിപാദിച്ചിട്ടുണ്ടെന്നും ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുന്നേ ആൽ അവിടെ ഉണ്ടായിരുന്നു എന്നും കേട്ടപ്പോൾ അത്രയും നാൾ തോന്നാത്ത കൗതുകത്തോടെയും അത്ഭുതത്തോടെയും എന്റെ കണ്ണുകൾ അതിലേക്ക് വന്ന് വീഴുകയായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ഒരു യാഗത്തിൽ നിന്നാണ്. യാഗം നടത്താനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ബ്രഹ്മാവ് യാഗഭൂമിയായി വർക്കലയാണ് തിരഞ്ഞെടുത്തത്. ഈ ആലിന്റെ താഴെ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുകിയ ബ്രഹ്മാവ് തന്റെ സൃഷ്ടി എന്ന ദൈവീക കർമ്മം മറന്നു. ബ്രഹ്മാവിനെ തന്റെ കർത്തവ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനായി വിഷ്ണു ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിലെത്തി. ബ്രഹ്മാവിനെ സഹായിക്കുന്ന ബ്രാഹ്മണർ വൃദ്ധന് ഭക്ഷണം നൽകിയെങ്കിലും എത്ര കഴിച്ചിട്ടും വൃദ്ധന് വിശപ്പ് ശമിച്ചില്ല. വൃദ്ധന് വിളമ്പിയ ഭക്ഷണമെല്ലാം അപ്രത്യക്ഷമാകുന്നത് കണ്ട ബ്രാഹ്മണർ ബ്രഹ്മാവിനെ വിവരമറിയിച്ചു. അങ്ങനെ ബ്രഹ്മാവ് അത് മഹാവിഷ്ണുവാണെന്ന് തിരിച്ചറിഞ്ഞു. മഹാവിഷ്ണു ആഭോജനം കഴിക്കുന്നത് കണ്ട ബ്രഹ്മാവ് വിഷ്ണു ആഭോജനം കഴിച്ചാൽ അവസാനത്തെ പ്രളയം ഈ ലോകത്തെ വിഴുങ്ങും എന്ന ഞെട്ടലിൽ മഹാവിഷ്ണുവിനെ തടഞ്ഞു. ക്ഷേത്രത്തിന്റെ വിശ്വാസപ്രകാരം ജനാർദ്ദന വിഗ്രഹത്തിന്റെ വലതു കൈയിൽ ഇപ്പോഴും ആഭോജനമുണ്ട്. ഈ കൈ വിഗ്രഹത്തിന്റെ വായിലേക്ക് സാവധാനം പോകുന്നതായിട്ടാണ് വിശ്വസിക്കുന്നത്. വിഗ്രഹമായ ജനാർദ്ദന സ്വാമി ആഭോജനം കഴിക്കുന്ന ദിവസം കലിയുഗം അവസാനിക്കുകയും ലോകം മഹാപ്രളയത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ദേവന്മാർ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും പിന്നീട് പാണ്ഡ്യ രാജാവ് പുനർനിർമ്മിക്കുകയും ചെയ്തു. രാജാവിന് പ്രേതബാധയുണ്ടായതിനെ തുടർന്ന് തീർത്ഥാടനത്തിന് പോയെങ്കിലും ദുരാത്മാവിന്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അതേ തുടർന്ന് വർക്കലയിൽ ജീർണിച്ച ക്ഷേത്രം പുനർനിർമ്മിക്കാൻ രാജാവ് തീരുമാനിച്ചു. അടുത്ത ദിവസം അദ്ദേഹം സ്വപ്നത്തിൽ കടലിൽ ഒരു വിഗ്രഹമുള്ളതായി കണ്ടു. വിഗ്രഹം തേടി കടലിൽ ചെന്ന അദ്ദേഹത്തിന് പഴയ വിഗ്രഹം തന്നെ കടലിൽ നിന്ന് കിട്ടി. തുടർന്ന് അദ്ദേഹം സുഖപ്പെടുകയും ക്ഷേത്രം പണിയുകയും ക്ഷേത്ര പരിപാലനത്തിനുള്ള നിയമങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. സ്വദേശീയരായും വിദേശീയരായും അനേകം ആളുകളാണ് ഇവിടെ എത്തുന്നത്. പുള്ളുവൻ പാട്ട് ഒഴുകുന്ന ക്ഷേത്രത്തിനുള്ളിലെ കാറ്റ് പോലും എവിടെയോ മറഞ്ഞു കിടക്കുന്ന ഐതിഹ്യങ്ങളും ചരിത്രവും നാലമ്പലത്തിനുള്ളിൽ നിറയ്ക്കുന്നു. കുഷ്ഠാധിയായുള്ള രോഗമെല്ലാം ഒഴി ശിഷ്ടമോടങ്ങതാകാത്തിടേണം. സന്തതിയുണ്ടായി ധനങ്ങളുണ്ടാകണം, സന്താപമുള്ളതും തീർത്തിടേണം. നാഗരാജാവേ നമസ്തേ നമസ്തുതേ, നാഗയക്ഷിയമ്മേ കൈതൊഴുന്നേ. തിലഹവനം എന്ന പിതൃക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രത്യേക പൂജ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം, ഈ ക്ഷേത്രം വന്ന് ത്രേതായുഗത്തിൽ ബ്രഹ്മാവ് ഇവിടെ യാഗം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ത്രേതായുഗത്തിൽ വിഷ്ണു പ്രീതിക്കായിട്ട് ബ്രഹ്മാവ് ഇവിടെ സമുദ്രം എന്ന് വെച്ചാൽ കടലിൽ നമ്മുടെ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ്, ഇവിടെ നിന്ന് അമ്പലത്തിന് വളരെ അടുത്തായിട്ടാണ്. അപ്പോൾ സമുദ്രക്കരയിൽ വെച്ച് വിഷ്ണു പ്രീതിക്കായിട്ട് യാഗം ചെയ്തപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ബ്രഹ്മാവിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് ബ്രഹ്മാവിൻ്റെ യാഗത്തിൻ്റെ ഫലസമാപ്തി കൊടുത്ത് ജനാർദ്ദന രൂപത്തിൽ ദർശനം കൊടുത്തു. അപ്പോൾ ശംഖുചക്ര ഗത ആഭോജനഹസ്തം. അപ്പോൾ ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്ന ബ്രാഹ്മണരെ ഇരുത്തി ആഹാരം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തീർത്ഥം കൊടുത്തു. അപ്പോൾ ഈ ബ്രാഹ്മിൺസ് നമ്മുടെ ഈ പൂണൂലിട്ട് ഈ ബ്രാഹ്മിൺസ് ഉണ്ണുന്നതിന് മുമ്പായിട്ട് ഇലയിലെല്ലാം ഇതായിട്ട് 3 പ്രാവശ്യം ഇലയിൽ ഇങ്ങനെ തീർത്ഥമൊഴിച്ച് ഇങ്ങനെ ചുറ്റിയതിന് ശേഷമേ ഉണ്ണാൻ നമ്മൾ തുടങ്ങും, ആഹാരം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 3 പ്രാവശ്യം ചുറ്റിക്കൊണ്ട് വന്നതും ഈ ഇലയിലൊന്നും കണ്ടില്ല. അങ്ങനെ വീണ്ടും ഇടുന്നു, വീണ്ടും ഇലയിൽ നല്ല അപ്രത്യക്ഷമായി പോകുന്നു. അങ്ങനെ ഈ പാചകക്കാർ നേരെ ബ്രഹ്മാവിനോട് പറയുന്നു. അങ്ങനെ ബ്രഹ്മാവ് വന്ന് നോക്കിയതും സാക്ഷാൽ ശ്രീമൻ നാരായണനാണെന്നും ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ സാധിച്ചെന്നും, അങ്ങനെ പ്രഭു അങ്ങ് പ്രീതനാകട്ടെ എന്ന് ഞാൻ ആ ഒരു സങ്കല്പത്തിൽ നടത്തിയ യാഗം അത് സ്വീകരിച്ച് പരിസമാപ്തി ചെയ്യാനായിട്ട് അങ്ങനെ നേരിട്ട് വന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഈ കയ്യിൽ തീർത്ഥമൊഴിച്ചു കൊടുത്ത് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അപ്പോൾ ആ കയ്യിൽ ഭോജനം ചെയ്യുന്നതിന് മുമ്പുള്ള തീർത്ഥം കയ്യിരിക്കുന്നത് അതാണ് ശംഖുചക്രഗത ആഭോജനഹസ്തം. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ തീർത്ഥമുണ്ടെന്നാണ് പറയുന്നത് സങ്കല്പം. അപ്പോൾ ഈ തീർത്ഥം ഭഗവാൻ എന്ന് കുടിക്കുന്നു അന്ന് പ്രളയം കലിയുഗം വരും, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ഇവിടെ ജനാർദ്ദന സ്വരൂപത്തിലാണ്, അതായത് പിതൃദേവനാണ് ഇവിടുത്തെ സങ്കല്പം.
നമ്മൾ കാശി, രാമേശ്വരം, ഗയ അവിടെയൊക്കെ പോയി നമ്മൾ പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം പിതൃക്കൾക്ക് മോക്ഷം. അതുപോലെ തന്നെ വളരെ പരിപാവനതയും വളരെ ഇതായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ വർക്കലയും ജനാർദ്ദന സ്വാമി. അപ്പോൾ ഇവിടെ വന്ന് സമുദ്രത്തിൽ വന്ന് പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങളെല്ലാം നടത്തിയിട്ട് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ തൊഴുത് ഇവിടെ തിലഹവനം എന്ന് പറഞ്ഞൊരു പൂജ ഇവിടെ ഉണ്ട് എല്ലാ ദിവസവും. അതും പിതൃക്കൾക്ക് ചെയ്യുന്ന ഒരു അത്യുത്തമമായ ഒരു ഹോമമാണ്. ഇത് നടത്തിയിട്ട് പോകുമ്പോൾ നമ്മുടെ പിതൃക്കൾ മോക്ഷപ്രാപ്തിയാകുന്നതായിട്ട് ഒരു സങ്കല്പം പറയുന്നുണ്ട്. അപ്പോൾ പിതൃദേവനായിട്ടാണ് സങ്കല്പം. അപ്പോൾ ആ യാഗം കഴിഞ്ഞിട്ട് ഈ കടലിൽ രണ്ടാമത് ഈ കടൽ കയറി അന്ന് പാണ്ഡ്യ മഹാരാജാവ് ചെയ്ത അന്ന് ബ്രഹ്മാവ് ചെയ്ത ക്ഷേത്രം ഈ കടലിൽ പോയി. രണ്ടാമത് പാണ്ഡ്യ മഹാരാജാവാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ചെയ്തത്. ഏകദേശം 1000 വർഷത്തെ പഴക്കം വരും. പാണ്ഡ്യ മഹാരാജാവിൻ്റെ ആ മധുരൈ പാണ്ഡ്യ മഹാരാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 800 വർഷത്തെ ഇതേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് പറയുമ്പോൾ 1000 വർഷം എന്നേ നമുക്ക് പറയാൻ സാധിക്കും. 1000 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാദി പാപം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബ്രഹ്മഹത്യാദി പാപം വിമോചനം ചെയ്യാനായിട്ട് അദ്ദേഹം ഇങ്ങനെ തീർത്ഥാടനം ചെയ്ത് ഈ ഭൂമിയിൽ വന്നു. ഇവിടെ വന്നത് അന്ന് ഈ അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ഈ അരയാൾ വൃക്ഷം സ്ഥലവൃക്ഷമായിട്ടാണ് പറയുന്നത്. ആ വൃക്ഷം അന്നേ ഇവിടെ ഉള്ളതായിട്ട് പറയുന്നു. പക്ഷേ ക്ഷേത്രങ്ങളെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. ഇവിടെ കാട് കയറി ഉപ്പുവെള്ളം കയറി അങ്ങനെയൊക്കെ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം വന്ന ആ ഒരു ക്ഷീണത്തിൽ ആ ആലിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ഒന്ന് മയങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആ ബ്രഹ്മഹത്യാദി ഒരു കറുത്ത രൂപം പുറത്തുപോയി, വിമോചനമായി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല ഒരു ഇതായിട്ട് വന്നു. അപ്പോൾ ഈ ഭൂമിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് വന്നതും ഈ ചക്രതീർത്ഥക്കുളം, ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ടൊരു കുളമുണ്ട്. അതിൻ്റെ പേരാണ് ചക്രതീർത്ഥക്കുളം. അപ്പോൾ ചക്രതീർത്ഥക്കുളത്തിനകത്ത് അവിടെ ഒരു മുനി താമസിച്ചിരുന്നു. ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ചെന്നു താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ കഥ കേട്ട് അങ്ങനെ അവിടെ തന്നെ അദ്ദേഹം തങ്ങി. അപ്പോൾ രാത്രി ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ് എനിക്ക് പുനരാഗമനത്തിൻ്റെ സമയമാണ്, അതിൻ്റെ ഭാഗ്യവാൻ നീയാണ്, നിനക്ക് ഞാൻ സമുദ്രതീരത്തിൽ ദർശനം തരുമെന്ന് പറയുന്നു. അങ്ങനെ പാണ്ഡ്യ മഹാരാജാവിന് ഭഗവാന്റെ വിഗ്രഹം രണ്ടാമത് തെക്ക് സമുദ്രതീരത്തിൽ നിന്നാണ് കിട്ടിയത്. ഇത് പടിഞ്ഞാറാണ്. കുറച്ച് മാറി വരുമ്പോൾ തെക്കേ സമുദ്രതീരത്തിൽ പാണ്ഡ്യ മഹാരാജാവിന് ഭഗവാന്റെ വിഗ്രഹം കടലിൽ നിന്ന് കിട്ടി. അദ്ദേഹം അപ്പം തന്നെ അദ്ദേഹം അവിടെ ഒരു കൽമണ്ഡപം ചെയ്യിച്ച്, ഈ ക്ഷേത്രം കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അവിടെ ഒരു കൽമണ്ഡപം ചെയ്യിച്ച് അവിടെ വിഗ്രഹം വെച്ചിട്ട് ഈ ക്ഷേത്രം കെട്ടാനായിട്ടും. അപ്പോൾ ആ വിഗ്രഹത്തിന് ചെറിയൊരു ഫ്രാക്ചറുണ്ട്, ആ കൈഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ അദ്ദേഹം പാണ്ഡ്യ മഹാരാജാവ് പുതിയൊരു വിഗ്രഹത്തിന് വേണ്ടി അപ്പം തന്നെ ഇത് കൊടുത്തു. അപ്പോൾ അപ്പം അശരീരി വന്നു, ഈ പാടില്ല, ഈ വിഗ്രഹം തന്നെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ക്ഷേത്രം കെട്ടി ആ വിഗ്രഹം തന്നെ അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിച്ച് മധുരയ്ക്ക് പോയതായിട്ടാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇവിടത്തേക്കായിട്ട് ഈ നിർമ്മാണം ചെയ്യാനായിട്ട് പറഞ്ഞ ശിലയാണ് നമ്മുടെ ആ വടശ്ശേരി കോണത്തിനടുത്ത് ആയിട്ട് കല്ലമ്പലത്തിന് ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ ഈ മറ്റേ ദേശീയ ആർക്കിടെക്ട്, അപ്പോൾ അവരുടെ ഇതിലൊരു അമ്പലമുണ്ട്, ഒരു വടശ്ശേരി കോണത്തിനകത്ത് ശ്രീനാരായണപുരം എന്ന് പറയും. അപ്പോൾ ഇവിടത്തേക്ക് കൊണ്ടുവന്ന വിഗ്രഹത്തിന് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇതിലാണ്, സെൻട്രലിൻ്റെ ഇതിലാണ് വെച്ചാൽ പഴയ ശില രീതിയിലാണ് അവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടത്തേക്ക് കൊണ്ടുവന്ന് ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാണ്ഡ്യ മഹാരാജാവിന് കടലിൽ നിന്ന് കിട്ടിയ വിഗ്രഹം തന്നെയാണ്. ഭഗവാൻ പിതൃദേവനാണ് ഇവിടുത്തെ സങ്കല്പം. പാണ്ഡ്യ മഹാരാജാവിൻ്റെ ബ്രഹ്മഹത്യാദി പാപം വിമോചനമായ സ്ഥലം. നമ്മൾ ടോട്ടലി പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഭഗവാനെ തൊഴുതിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതും നമ്മുടെ ദോഷങ്ങളും പാവങ്ങളെല്ലാം പോകുന്നതായിട്ടാണ് സങ്കല്പം. കർക്കിടക മാസത്തിലെ ബലിതർപ്പണത്തിന് വലിയൊരു ജനസാഗരം തന്നെയാണ് ഇവിടെ എത്തുന്നത്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഇതുപോലെ അനേകം ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും പറയാനുണ്ടാവും. അതിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.